തൂഫാനില്ലേ തൂഫാന്റെ പോക്ക് കണ്ടിട്ട് ഒന്നെങ്കിൽ ഒരു കൊലപാതകം, എല്ലാവരും അബദ്ധം പറ്റിയൊരു മരണം, ആക്സിഡന്റ്, ആത്മഹത്യ, ഈ നാലും അടുത്ത് തന്നെ നടക്കും. കാരണം ഇവരുടെ പരിപാടി കണ്ടാ അങ്ങനെ പല പിള്ളേരെ പിടിക്കുന്നതൊക്കെ റോങ്ങാണ്. അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർ തോന്നിയ പോലെയാണ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പോലീസുകാരുടെ അതിക്രമം തോന്നി ഒരുപാട് പോസ്റ്റും വരാൻ തുടങ്ങി. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയാണോ? അത് ഇവിടെ നിന്നല്ല, കോഴിക്കോട് മലപ്പുറം ഭാഗത്തും കണ്ടൊക്കെ കൊച്ചു പിള്ളേരൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ഭയങ്കര അടി, ഏതോ ഒറ്റ കാറിൽ നിന്ന് പിടിച്ചിറക്കുന്നത് ഭയങ്കര അതിന് അടിയാണ് ഉണ്ടാക്കുന്നത് പോലീസുകാരുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് നല്ല നാണക്കേടുണ്ടാകുന്ന തരത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള വലിയ കുറ്റവാളികളൊന്നും അല്ലെന്ന് ഇവരുടെ തന്നെ കുഴപ്പം കൊണ്ട് കുറച്ച് കഞ്ചാവ് അവൻ്റെ കിട്ടി. അവനെ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം നമ്മൾ പറയേണ്ട ഇവരോട്? ഇവരുടെ കുഴപ്പം കൊണ്ടാണ് കഞ്ചാവ് ഇതിനകത്ത് വന്ന് ഇത്രയും അറ്റം വരെ എത്തിയത്. അത് കഴിഞ്ഞിട്ട് പിടിക്കുന്ന ഈ ഏറ്റവും അറ്റത്തെ കണ്ണയെ പിടിക്കുമ്പോ അയ്യോ ഇല്ല ചിപ്സ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോ ഈ രാത്രി ചിപ്സ് കിട്ടുള്ളൂ. നമുക്ക് ചിപ്സ് കഴിക്കാൻ പറ്റും. കപ്പ ചിപ്സ് ഉണ്ടോ ചോദിക്കാണ്. അയ്യോ കപ്പയാണെ കഴിക്കാം. 3 മണിക്ക് കഴിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവരല്ല അതിന് ഉത്തരവാദികൾ. ഈ ഉത്തരവാദികൾ ഇവരാണ്. ഈ പോലീസും ഗവൺമെന്റ് സിസ്റ്റം ആണ്. ഇത്രയും സാധനങ്ങളെ കണ്ണു വെട്ടിച്ച് ബോർഡർ കിടന്ന് ഇപ്പുറത്ത് വന്ന സാധനം കൊച്ചു കഷ്ണങ്ങളായിട്ട് ഇവരുടെ കിട്ടി കഴിഞ്ഞപ്പോ അവന്മാരെ പിടിക്കുന്നു, അവന്മാരെ തല്ലുന്നു, അവരങ്ങനെ അവരിങ്ങനെ എന്തുവാടേ? ഇവരുടെ കുഴപ്പം കൊണ്ടല്ല അവന്റെ അത് കിട്ടിയത്. അവനെന്താ വേറെ രണ്ട് രാജ്യത്തുനിന്ന് വന്നവനാണോ? ഇവിടെ തന്നെ ജനിച്ച് വളർന്ന നമ്മളെപ്പോലുള്ളവരൊക്കെ തന്നെ അവന്റെ ഈ സാധനം എവിടുന്നോ കിട്ടുന്നുണ്ട്. വേറെ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇവരിവിടെ എന്തോ ചെയ്യുവാന്ന് ഇത്ര നാള് ഇവന്റെ കിട്ടുന്നിടം വരെ? അല്ല, അത്ര നേരെ ഇവരെന്ത് ഇരിക്കുവാ? ഇവരിവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കോണേ. നാണക്കേടാ ശരിക്കും. അത് ആ ഒരു സെൻസിൽ മനസ്സിലാവാത്തതുകൊണ്ടാണ് കുറച്ചാളെങ്കിൽ പലരും ചോദിച്ചു തുടങ്ങുന്നത്. അതെ, എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് അപ്പുറത്തോട്ട് പിടിക്കുന്നില്ലെന്ന് ജനം ചോദിക്കും. അതുവരെ ഈ ഊത്രം കാണിക്കാൻ പറ്റും. ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയാൽ മതിയല്ലോ. വരുന്ന വഴി തിരിച്ചു മറ്റേ ഇത് വെച്ചാൽ മതി, GPS വെച്ചെല്ലാം വിട്ടാൽ മതി. അതല്ല ഇവിടെ ചെയ്യുന്നത്. ഇമാര് ഇവിടെ ഈ പുറത്തുള്ള ഷോ ആണ്. ഷോ വേണം, നല്ല രസമുണ്ട്. മറ്റോത്തോടെ എന്നാൽ അവര് ഷോ കാണിക്കും. അതാണ് ഷോ. അതിന് പേടിച്ചിട്ട് അങ്ങോട്ടൊന്നും ചെല്ലാത്ത. ശരിക്കും പേടിക്കണോടോ അവര്? പേടിയാ. പോലീസുകാരെ അവന്മാരെ ചിലപ്പോൾ കൊന്നുകളയും. പട്ടാളത്ത് ഇറങ്ങേണ്ടി വരും. പട്ടാളം ഒന്നും ഇറങ്ങത്തില്ല ഈ കേസിനൊന്നും. അത് അത്ര ഡേഞ്ചർ ആൾക്കാരാണ്. ഇതൊക്കെ പാവങ്ങളല്ലേ ഇവരെയൊക്കെ പിടിക്കാണ്ടെല്ലാം. മറ്റിടത്തോടൊന്നും ചെല്ലാൻ പറ്റത്തില്ല. ഈ മറ്റേ കഞ്ചാവ് തോട്ടം ഉള്ളവന്റെ അടുത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ വല്ല സിംഹത്തിനെയൊക്കെ വളർത്തുന്നുണ്ടാവും. മനുഷ്യനായിരിക്കത്തില്ല ഇവന്മാരെ കടിച്ചു തീർന്നത്. വേറെ വല്ല മൃഗവും വന്ന് കടിച്ചു പോയി. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ചെന്നാലും നടക്കത്തുമില്ല. ഇത്രയും പേരൊന്നും ഇവിടെ എത്ര പേര് പോവും? എന്തൊരു ചെലവാ. അങ്ങനെ കാണിച്ചാൽ തന്നെ എത്ര പ്രാവശ്യം പോണം? ആ ഗവൺമെന്റിന് വലിയ നിർബന്ധമില്ല. ഇന്ത്യ മൊത്തം ഇങ്ങനെ അല്ല, മനസ്സിലായോ? ആന്ധ്രയിലൊന്നും അവർ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാകത്തില്ല ഈ കാട്ടിലോട്ട്. കഞ്ചാവോ എന്തോ കൃഷി കുറച്ചെങ്കിൽ തന്നാ മതി പൈസ, ഒരു വിഹിതം. അവർ ഇങ്ങോട്ടാ കേരളത്തിൽ അതിന്റെ മാർക്കറ്റ്. അവിടെ എല്ലാം ഇത്രയും സുലഭമാണെങ്കിൽ പോലും അധികം വലിയ ഡിമാൻഡ് ഇല്ല. ഇവിടെ പക്ഷെ അങ്ങനല്ല. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവന്മാർക്ക് ഭയങ്കര ഡിമാൻഡ്. ഇത് കണ്ട് അടിച്ചില്ല നടക്കാത്ത പോലെ. അടിക്കണം എന്നുള്ള ടെൻഡൻസി കൂട്ടുകയും ചെയ്യും ഇതുകൊണ്ട്. ശരിയാ. ഇപ്പൊ നോക്കിക്കോണേ, ഒരു കൊലപാതകം, ഒരു ആത്മഹത്യ, ഒരു അപകടം, അതും അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ സംഭവിക്കും. പോലീസുകാർ ശ്രദ്ധിക്കുക. യാതൊരു സംശയം വേണ്ട. ആത്മഹത്യ നടക്കാൻ സാധ്യതയുണ്ട്, കൊലപാതകം നടക്കാൻ സാധ്യതയുണ്ട്, അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്, ആക്സിഡന്റ് നടക്കാൻ സാധ്യതയുണ്ട്. ചേസ് ചെയ്യൊന്നും ചെയ്യല്ലേ ഇതിലെ വണ്ടിയൊക്കെ ഇടിച്ച് കയറ്റി കൊടുക്കും. പാവപ്പെട്ട വേറെ ആൾക്കാരെയും കൊല്ലാനായിട്ട് പോലീസുകാരായിട്ട് മെനക്കെടരുത്. ഈ പൊട്ടന്മാർ പലതും പറയും, മന്ത്രിമാരൊക്കെ ഇരുന്ന് ചുമ്മാ തോലിക്കും. ലാസ്റ്റ് പോലീസുകാരുടെ വണ്ടൊക്കെ ഇരിക്കും പകുതിക്ക്. അതെവിടെ സംഭവിക്കുന്നത്? പോലീസുകാർ ഇറങ്ങുകയും ചെയ്യും. ലാസ്റ്റ് ഇതേപോലെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അത് പോലീസുകാരുടെ വണ്ടയ്ക്ക്. ഇപ്പൊ തന്നെ പോലീസുകാർക്ക് ചീത്തപ്പേരായിട്ടുണ്ട്, പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാരെല്ലാം തിരിച്ചും പറയും. എന്നിട്ട് പിന്നെ പോലീസിന് വണ്ടയ്ക്കോട്ട് കയറുന്നതാണ് എല്ലാം കൂടെ. സസ്പെൻഷൻ ഡിസ്മിസൽ. അതും വല്ല പാർട്ടി വൈരാഗ്യമോ വല്ല മറ്റേ അവിടെ ഇരുന്നേക്കുന്ന പാർട്ടി സെക്രട്ടറിക്ക് എന്തെങ്കിലും പ്രശ്നമോ ഏതെങ്കിലും പ്രവർത്തകന് വല്ല കലിപ്പോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പണി കൊടുക്കാൻ പറ്റുന്ന അവസരം നോക്കി ഇതിന് പണിയും കൊടുക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഇവർ ആത്മാർത്ഥമായിട്ട് പണിയെടുത്താലും അവർക്ക് പണിയാം. ഇപ്പൊ ഈ കാണിക്കുന്ന പക്ഷേ അത്ര വിഡിത്തരമാണ്. അത് ചെയ്യാൻ കൊള്ളാത്ത കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയല്ല ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതാണ് മനസ്സിലാക്കി. ആരാണേലും ഈ കഞ്ചാവ് വെച്ചോടോ പിടിച്ചടിക്കലോ ഒന്നും വലിയ ക്രൈം അത്ര ഭയങ്കര സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്തോ മിസ്സിംഗ് കേസ് കണ്ട് ഇപ്പൊ തന്നെ എത്ര ആയോ? ഒരു 1500 2000 ഉണ്ടായി. ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കണ്ടായിരുന്നു 5000 ആയി. കൊലപാതകം ബലാത്സംഗം പിടിച്ചു അത് വേറെ. അതിനിടയില ഇവർ ഇത് കണ്ണിപ്പൊടി ഇടുന്നതാണ്. വെബ്സൈറ്റിൽ കയറി നോക്കണം. ഇന്ന് നമുക്ക് ഒരാൾ അയച്ചു തന്നോ ഞാൻ കാണിച്ചു. ഇവിടെ നടക്കുന്ന ക്രൈംസ് അതിനകത്ത് ക്രൈം റേറ്റ് നോക്കുമ്പോണ്ടല്ലോ ഈ ഇത്തിരി കേസുകളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. എന്ന് കണ്ടോണേ, ക്രൈം റേറ്റ് നോക്കണം. അതിനിടെ കണ്ണിപ്പൊടിയിടല ഇതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ആർക്കും ഇല്ല. ഇത് കണ്ടോ മിസ്സിംഗ് കേസസ് എത്രയാന്ന് നോക്കിയേ. ഓരോ വർഷത്തെ നോക്ക്.
2020 തൊട്ടും കൂടെ നോക്കുമ്പോൾ 11,000 പേരെ കാണാതെ 2025 കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ ഇവിടെ മെയ് വരെ ആയിട്ടുള്ളൂ. ഇവിടെ എത്രയാന്ന് നോക്കിയേ, 4,352 ടിൽ മെയ് 2026. ഇവന്മാർ എന്തെടുക്കുക? ഇവന്മാർ ഈ തൂഫാനെന്ന് പറഞ്ഞ പിള്ളേരെ പിടിച്ച് നടക്കുവാണോ, കളിക്കുവാണോ കിടന്നത് ഇവിടെ കിടന്നുകൊണ്ട്? എന്നിട്ട് വാർത്ത ഉണ്ടാക്കുന്നേ ക്രൈം അഗൈൻസ്റ്റ് വുമൺ. ക്രൈം അഗൈൻസ്റ്റ് വുമൺ മാത്രം നോക്ക്. എത്രയാന്ന് നോക്കിയേ, 11,000 കേസസ് രജിസ്റ്റർ ചെയ്ത് 2025. ഇത് എത്രയായി? 6,736 ആയി. എത്ര? 2026 മെയ് വരെ. എങ്ങനെയുണ്ട് ഇവന്മാര്? ഉളുപ്പും നാണം ഉണ്ടോ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇതൊന്നും സൈബർ കേസസ്, റോഡ് ആക്സിഡൻസ്, മിസ്സിംഗ് കേസസ്, SC/ST ആക്ട്, ക്രൈം അഗൈൻസ്റ്റ് വുമൺ, മിസ്സിംഗ്, പോക്സോ കാണാൻ രസമായിരിക്കും. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. പോക്സോ വന്നപ്പോ കണ്ടോ, ഓരോ സിറ്റി വൈസ് ആണല്ലോ ഇത് കാണിക്കുന്നതിന്റെ. ബാക്കി ഇവിടെ 2026 ഓരോ സിറ്റിയിൽ നോക്കി എത്രണ്ണം വെച്ചാന്ന് നോക്കി. ടോട്ടലൊന്നും കാണുന്നില്ലല്ലോ, അതെവിടെ കാണിക്കുന്നത്? നേരത്തെ ലിങ്ക് അല്ലല്ലോ ഇത്. എന്താണേലും ഓരോ സ്ഥലത്തെ നോക്കി. റെയിൽവേ പോലീസ് 7 ഇല്ല, എന്നാലും ഇത് എത്ര എണ്ണോ എന്ന് നോക്കി. 1,276 എണ്ണമായി. പോക്സോ തന്നെ 1,776 ആയിട്ട് ഇതിനൊന്നും ഒരു പ്രൊട്ടക്ഷനും ഇല്ല, ജീവനും വിലയില്ല, മാനത്തിനും വിലയില്ല ഇരിക്കുമ്പോഴാണ് ഈ ഇവിടെ കിടന്നുകൊണ്ട് പിള്ളേരെ പിടുത്തം. എന്നെ അലമ്പാടി. നാണമുണ്ടോ? ഇതൊക്കെ എന്താ ആരും ചോദിക്കാത്ത പറയാത്തതെന്ന് എനിക്കറിയാൻ മേലാത്ത. നാച്ചുറൽ റൈറ്റ്സ് പിന്നെ പോട്ടെ, ഒന്നും ചെയ്യാൻ ഇമാരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇതെന്തുവാ മിസ്സിംഗ് ആവുക ആൾക്കാർ. ഇവരുടെ കൺമുന്നിൽ കൂടെ ആൾക്കാർ ഇത്ര എണ്ണം പോയത് അവർ കണ്ടില്ല. ഇത്രയും കഞ്ചാവ് ഭാഗത്ത് കയറിയത് അവർ കണ്ടില്ല. എന്നിട്ട് എവിടെയെങ്കിലും മൂലിക്കിരുന്നതിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര വാർത്ത, ഷോയെ, ഇടിയടി. ഒരു കൊച്ചിറക്കിനെ പിടിച്ചു നിർത്തിയിട്ട് അതിന് മോഷണ കേസാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തി കാണിക്കുന്ന അടിച്ചും റെഡിയാക്കുക. ഇങ്ങനെ ഒരു കാറിൽ നിന്ന് വലിച്ചിറക്കുന്ന കാണണം. അവനെയൊക്കെ വലിച്ചും ഇറക്കുക. നീ തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ അട്ടിപ്പുറപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സീൻ ഭയങ്കര കച്ചറ. ആകെ കിട്ടുന്ന അവസരം ഇതൊക്കെ ഉള്ളെന്ന് തോന്നല്ലേ? കൊള്ളാന്ന് കേസൊന്നും പിടിക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. അപ്പൊ ഉടനെ കിട്ടുന്ന കേസ് കട്ടവനെ കിട്ടിയില്ല, കിട്ടിയിടത്തിട്ട് ആ പഴയ പോളിസിയിൽ നടക്കുക പരിപാടി. അത് പോരാ കേട്ടോ. ഇത്രയും ആൾക്കാർ മിസ്സായത് നിങ്ങൾ കണ്ടിട്ടില്ല, അത്രയും കഞ്ചാവ് അകത്ത് കയറിയത് നിങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ ഇതെന്താ സുഖം? അവന്മാർക്ക് ഒരു സുഖം കിട്ടും ഇത് കേൾക്കുമ്പോൾ. എപ്പോഴും ഇമാർ ഇരിക്കല്ലേ ഇരിക്കും. നമുക്ക് ഇത്രയും ദൂരം പോയപ്പോ തന്നെ തീർച്ചയെടുക്കും. അവനപ്പോ ഇത് ജീവിതത്തെ ഒത്തേക്ക് ഇവനെന്താ കുഴപ്പമില്ലേ? അല്ല ശരിയല്ലേ? ഇത് ഇത്രയും നേരം കേട്ടിട്ട് തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട്. ശരിക്കും വൃത്തിയുടെ സൗണ്ട് കേട്ടോ, നല്ല ശബ്ദമാണ്, നമുക്ക് മനസ്സിലാക്കിയ സൗണ്ട്. ഇത് ചുമ്മാതെ എന്തോ ഇത് ഇവന് ഹെഡ്സെറ്റ് വല്ലതും മേടിച്ചു കൊടുത്തിട്ട് അവൻ ഇത് വെച്ചാൽ പോരെ ശരിക്കും. അല്ലാതെ ഇവിടെ നിൽക്കുന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഇവൻ ചെയ്യേണ്ട കാര്യം ഒരു ഹെഡ്സെറ്റ് അകത്ത് ഇതേപോലെ ഇതിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് തല വെക്കുക പോവുക. കിടക്കുമ്പോഴൊക്കെ ഇരുന്ന് കേട്ട് കുറച്ചാളെ ഇതിന്റെ കുഴപ്പങ്ങളാണ്. അല്ല എന്ത് ചെയ്തു, എന്തൊരു വൃത്തിയിട്ട് ഒച്ചയാന്നല്ലേ? കഷ്ടം. ഇതൊക്കെ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ന്യൂസൻസാ, പബ്ലിക് ന്യൂസൻസ്. മറ്റേത് അങ്ങനല്ല, അത് റിക്രിയേഷനാണ്. റിക്രിയേഷനായിട്ട് യൂസ് ചെയ്യുന്നവർക്ക്, അല്ലാത്തവർക്ക് പ്രശ്നമാണ്. അടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ഉണ്ട്. ഇല്ല ഞാൻ പറയുന്നില്ല. അപ്പൊ ശരിയാണ് ഭായി, തൽക്കാലം ഇത്രയുള്ളൂ. വേറെ വീഡിയോസ് ഒത്തിരി നമ്മൾ ഈ തൂഫാനെ പറ്റിയും കഞ്ചാവിനെ പറ്റിയൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ രീതിയിലും നന്നാക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. ഇനി അടുത്ത മുഖ്യമന്ത്രി, അടുത്ത പ്രാവശ്യം ഇലക്ഷൻ 2031 ഇലക്ഷന് എന്നെ മുഖ്യമന്ത്രിയാക്കി ഇത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഡ്രഗ് റിലേറ്റഡ് കേസുകള്, ഇമാതിരി അലമ്പുകള്, ഇമാതിരി കൊച്ചു കൊച്ചു പ്രശ്നങ്ങള്, ഇതെല്ലാം എനിക്ക് പരിഹരിക്കാൻ അറിയാം. വേണം ചെയ്താൽ അത് എനിക്കൊരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കൊന്നും ഇത് കണ്ട് പഠിച്ചില്ല, എനിക്ക് പഠിച്ചില്ല. നടന്നേക്ക്.